എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ആഴ്ച സർവകാര്യ സിദ്ധി യോഗത്താൽ ജീവിത മുന്നേറ്റം നടത്തുകയാണ് കുറച്ച് നക്ഷത്ര ജാതകർ. ചുരുക്കി പറഞ്ഞാൽ ഇവർക്ക് രാജയോഗത്തിൻ്റെ തുടക്കം കുറിക്കുന്ന ദിവസം. അതിനി വെറും 5 ദിവസം കൂടി കാത്തിരുന്നാൽ മാത്രം മതി. ഈ 5 ദിവസങ്ങൾക്കു ശേഷം ഇവരുടെ ജീവിതത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ, ഇവർ പ്രതീക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടും എന്നതിൽ യാതൊരു സംശയവും വേണ്ട. വരുന്ന ദിവസങ്ങളിൽ ഇവരെ കാത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ തന്നെ ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. മകയിരം നക്ഷത്രക്കാരെക്കുറിച്ച് തന്നെ ആദ്യം പറയേണ്ടതുണ്ട്. വരുന്ന 5 ദിവസങ്ങൾക്ക് ശേഷം ഇവർക്കൊരു സർക്കാർ ഉദ്യോഗത്തിനുള്ള അഡ്വൈസ് മെമ്മോ ഈ തൊഴിലിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ലഭിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു തന്നെ നിൽക്കുന്നുണ്ട്. ധനനേട്ടങ്ങൾ, പല പ്രകാരേണ സന്തോഷകരമായ അനുഭവങ്ങൾ, ഒട്ടനവധി കാര്യങ്ങൾ ഇവരെ കാത്തിരിക്കുന്ന ദിവസങ്ങളാണ് വരുന്നത്. എത്ര വരുമാനമുണ്ടോ അതനുസരിച്ച് ചിലവുകൾ നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ സാമ്പത്തിക നഷ്ടത്തിനും സാധ്യതകൾ കൂടുതലാണ്. അത് മുൻകൂട്ടി മനസ്സിലാക്കുക. ആഭരണങ്ങളൊക്കെ വാങ്ങാൻ നല്ല സമയമാണ്. മനസ്സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളും അപ്രതീക്ഷിതമായിട്ട് നടന്നു കിട്ടും. തൊഴിൽ രംഗത്ത് സ്ഥാനക്കയറ്റങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഉദ്യോഗസ്ഥർക്ക് ആജ്ഞാശക്തിയോടെ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കും. സ്വയം തൊഴിലുകാർക്ക് ക്ലേശങ്ങൾ കുറഞ്ഞു തുടങ്ങും. ധനകാര്യങ്ങളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക തിരിമറിയിലൂടെ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഒന്നും ചെയ്യാതിരിക്കുക. ബന്ധുജനങ്ങളുമായിട്ട് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകും. ബന്ധനാവസ്ഥയ്ക്ക് യുക്തമായ ഔഷധ സേവ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ അകന്നു കഴിയുന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും സൗഹൃദം പുനഃസ്ഥാപിക്കും. പാപവിചാരം കുറഞ്ഞു തുടങ്ങും. നിർബന്ധ ബുദ്ധിയും കുറഞ്ഞു തുടങ്ങും. അപസ്മാര പീഡയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപായസം, കദളിപ്പഴ നിവേദ്യം ഇവ നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പുണർദം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പല പ്രകാരത്തിലുള്ള ഭാഗ്യ അനുഭവങ്ങൾക്ക് വഴി തുറക്കുന്ന ദിവസങ്ങളാണ് ഇനി 5 ദിവസങ്ങൾക്ക് ശേഷം ഉണ്ടാകുക. വീട്ടിൽ സമാധാന അന്തരീക്ഷം കൂടി വരും. ആവശ്യമില്ലാതെ മനോവിചാരമേറി വഴിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ശീലം മാറ്റിവെക്കണം. ഉദരരോഗങ്ങൾ, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് യുക്തമായ ചികിത്സ ലഭിക്കും. മൂത്രാശയ രോഗം ബുദ്ധിമുട്ടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പലിശയ്ക്കും മറ്റും കൊടുത്ത പണം തിരികെ ലഭിക്കും. വേറെയും ധനാഗമങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബന്ധുജനങ്ങൾ ഒത്തുകൂടും. പുതിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. സുഖ അനുഭവങ്ങൾ കൂടുതലായിട്ട് ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാണ്. അസാധ്യമെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും സാധ്യമാകും. ധനകാര്യ സ്ഥാപനങ്ങളിലെ ഏർപ്പാടുകളിലെ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വാങ്ങാൻ നല്ല സമയമാണ്. കൂടുതൽ സ്നേഹബന്ധത്തിലുള്ളവരുമായി പിരിയാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ അപവാദം പറയാതെയും ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കണം. അഗ്നി കൊണ്ടും ജലം കൊണ്ടും പ്രവർത്തിക്കുന്ന തൊഴിലുകൾ മെച്ചപ്പെടും. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് ശിവന് ധാര, പഞ്ചാക്ഷര മന്ത്ര പുഷ്പാഞ്ജലി ഇവ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി പൂരം നക്ഷത്ര ജാതകരെ കുറിച്ചാണ് പറയേണ്ടത്. രോഗാരിഷ്ഠിതയാൽ ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നവർക്ക് ആരോഗ്യം വീണ്ടും കിട്ടുന്ന സന്തോഷകരമായ ഒരു സന്ദർഭം ഇവരുടെ ജീവിതത്തിലേക്ക് 5 ദിവസത്തിനുള്ളിൽ തന്നെ കടന്നു വരും. ഈ ദിവസങ്ങളിലൊക്കെ ശത്രുക്കളുടെ ഉപദ്രവവും കുറവായിരിക്കും. ധനലാഭങ്ങൾ വർദ്ധിക്കും. ഭൂമി, വാഹനം ഇവകളുടെ കച്ചവടം നടത്താൻ നല്ല സമയമാണ്. അവിചാരിതമായ ധനാഗമം ഉണ്ടാകും. ഭാര്യയോടും ഭർത്താവിനോടും സന്താനങ്ങളോടും
കലഹങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജോലിയിൽ പ്രമോഷൻ സാധ്യതകൾ കാണുന്നുണ്ട്. സ്ത്രീകൾ മുഖേന ചില ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് പരിചയമില്ലാത്ത വ്യക്തിബന്ധങ്ങൾ മാറ്റി നിർത്തുക. ദീർഘദൂര യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് യാത്രകൾ വളരെ അനുകൂലമായിട്ട് വരും. അലച്ചിലും മനോദുഃഖവുമൊക്കെ ഈ സമയത്ത് കുറവാണ്. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള തടസ്സങ്ങൾ നീങ്ങിത്തുടങ്ങും. നേതൃസ്ഥാനത്തേക്ക് ഉയരാൻ സാധിക്കും. കീർത്തിയും പ്രശസ്തിയും നേടാൻ നല്ല സമയമാണ്. പിതൃ മാതൃതുല്യ സ്ഥാനത്തോടുള്ളവരോടും സഹോദരങ്ങളോടും ഉള്ള കലഹം വരാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ആഗ്രഹം സഫലമാകും. അക്ഷമയും ഈർഷ്യയും കുറഞ്ഞു തുടങ്ങും. എല്ലാത്തിനും എതിർക്കുന്ന സ്വഭാവം, ദുർജനങ്ങളുമായിട്ട് സംസർഗത്തിൽ ഏർപ്പെടുന്ന ദുശ്ശീലം, ഇതൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് സുദർശന മന്ത്ര പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ചിത്തിര നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് പറയേണ്ടത്. വരുന്ന 5 ദിവസത്തിനുള്ളിൽ തൊഴിൽ രംഗം മെച്ചപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും നല്ല സമയമാണ്. വിദേശത്ത് ജോലിക്കും ശ്രമിക്കാം. ഉറപ്പിച്ച വിവാഹങ്ങൾ തടസ്സങ്ങൾ കൂടാതെ നടക്കും. പുതിയ വീട് പണി തുടങ്ങാനും നല്ല സമയമാണ്. ധനനേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വന്നുകൊണ്ടിരിക്കും. മനസ്വസ്ഥത വർദ്ധിക്കും. സന്ധികളിൽ വേദന, വയറ്റിൽ നീർക്കെട്ടുണ്ടാകുക, ഗർഭപാത്രം സംബന്ധിച്ച് അസുഖങ്ങൾ, ഇവ ശ്രദ്ധിക്കണം. ശസ്ത്രക്രിയകൾ ആവശ്യമെങ്കിൽ ഈ സമയത്ത് നടത്താം. എല്ലാത്തിനും ഉള്ള തടസ്സങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസം സംബന്ധിച്ച് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലെ ആദ്യമൊക്കെ മാറ്റിവെച്ച് പഠന കാര്യങ്ങൾക്ക് മുൻതൂക്കം നൽകുക. ബന്ധുജനങ്ങൾക്കും അഭിവൃദ്ധി ഉണ്ടാകും. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ വിട്ടൊഴിയും. ബുദ്ധിസാമർഥ്യം കൊണ്ടും വാക്സാമർഥ്യം കൊണ്ടും പല കാര്യങ്ങളും നേടാൻ ശ്രമിക്കണം. കച്ചവടത്തിൽ വരും ദിവസങ്ങളിൽ ലാഭം പ്രതീക്ഷിക്കാം. തർക്കവിഷയങ്ങളിൽ മധ്യസ്ഥത വഹിക്കേണ്ടതായിട്ട് വരും. വിനോദയാത്രകൾ നടത്താനും നല്ല സമയമാണിവർ. ദോഷപരിഹാരത്തിന് സർപ്പ ആരാധനാ കേന്ദ്രത്തിൽ 100 പാലും കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി നമുക്ക് ഉത്രാടം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. പുതിയ വീട് വെക്കുന്നതിനും വാങ്ങുന്നതിനും അനുകൂലമാണ് സമയം. ഭാവിയിലേക്ക് കരുതി പല പദ്ധതികളും രൂപപ്പെടുത്തി വിജയിക്കും. മറ്റുള്ളവരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ സൂക്ഷിക്കണം. കലഹഭയം മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. ശത്രുക്കളുടെ ശല്യങ്ങളിൽ നിന്നും കുറച്ച് മോചനം കണ്ടു തുടങ്ങും. ചെമ്പ് കൊണ്ടുള്ള സാധനങ്ങളും സ്വർണവും വാങ്ങാൻ നല്ല സമയമാണ്. സ്വജനങ്ങളോട് കലഹിക്കേണ്ടതായിട്ട് വരും. സംസാരിക്കുമ്പോൾ ഈ കാലഘട്ടത്തിൽ വാക്കുകൾ ശ്രദ്ധിച്ചുപയോഗിക്കണം. ബന്ധുക്കളിൽ നിന്ന് സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകും. വീട്ടിൽ സ്വസ്ഥത വർദ്ധിക്കും. സ്ഥാനപ്രാപ്തിയിൽ ബഹുമാനവും ആദരവും ലഭിക്കും. ആജ്ഞാശക്തി കൈവരും. പൊതുവെ ആഗ്രഹങ്ങൾ സഫലമാകും. സഹോദരർക്ക് ഉയർച്ച ഉണ്ടാകും. അവരുടെ സഹായ സഹകരണങ്ങൾ എപ്പോഴും പ്രതീക്ഷിക്കാം. നേത്രരോഗം, കൊളസ്ട്രോൾ, ഇവ ശ്രദ്ധിക്കേണ്ട ദിവസങ്ങളാണ്. പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലമാണ്. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിഷ്ണുവിന് പാൽപായസം നിവേദ്യം, ഭഗവതിക്ക് അശ്വാരൂഢ മന്ത്ര പുഷ്പാഞ്ജലി, ഇവ കഴിപ്പിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇനി തിരുവോണം നക്ഷത്ര ജാതകരെക്കുറിച്ചാണ് നോക്കുന്നത്. പലവിധ സൗഭാഗ്യങ്ങൾക്കും തുടക്കം കുറിക്കുകയാണ് 5 ദിവസത്തിന് ശേഷം. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനകൾ കൂടുതലായിട്ട് വേണ്ട ദിവസങ്ങളാണ്. ധനാഗമം വളരെ നല്ല രീതിയിൽ ഇവർക്ക് ഉണ്ടാകും. യാത്രകൾ കൊണ്ട് ഫലം കാണുകയും ചെയ്യും. യാത്രകളിൽ ക്ലേശങ്ങൾ കുറച്ച് വർദ്ധിച്ചാലും ആഗ്രഹിക്കുന്ന കാര്യം സാധിച്ചു കിട്ടുന്നതിൽ സന്തോഷം തോന്നും. സന്താനങ്ങൾക്കുള്ള രോഗാരിഷ്ടതകൾ മാറിത്തുടങ്ങും. ശത്രുഭയവും രോഗഭീതിയും ഒരുപോലെ ബുദ്ധിമുട്ടിക്കുന്ന ദിവസങ്ങളാണ്. കാര്യതടസ്സങ്ങൾ ഒന്നും ഉണ്ടാകില്ല. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. സഹോദരങ്ങൾക്ക് കാര്യസാധ്യവും മനസ്സമാധാനവും ഉണ്ടാകും. അലങ്കാര സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും. വിദ്യാഭ്യാസത്തിലെ മന്ദതയും അലസതയും വിട്ടൊഴിഞ്ഞു തുടങ്ങും. ഉൽപ്പന്നങ്ങളുടെയും ഭൂമിയുടെയും വാഹനങ്ങളുടെയും ക്രയവിക്രയം വലിയൊരു ലാഭത്തിൽ കൊണ്ടെത്തിക്കും.
എപ്പോഴും മനസ്സിൽ ഭയം ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. കേസുകാര്യങ്ങളിൽ വരും ദിവസങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിദ്യാർത്ഥികൾ ഭഗവതിക്ക് വിദ്യാരാജ മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക.